ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം മസാലയുടെ റെസിപ്പി ആയിട്ടാണ്. കൂൺ കറി ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ. വളരെയധികം ടേസ്റ്റിയും ഹെൽത്തിയുമായ കൂണുകൊണ്ട് നല്ല സൂപ്പർ ഒരു മസാലക്കറി റെഡിയാക്കി എടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ മഷ്റൂം മസാല നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കൂണുകളൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കടയിൽ നിന്ന് വാങ്ങിയ കൂണായതുകൊണ്ട് അധികം അഴുക്കൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തതാണിത്. ഇനി നമുക്ക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ചെറിയ ടൈപ്പ് കൂണുകൾ ഞാൻ അതുപോലെ തന്നെ ഇടുന്നുണ്ട്. വലിയ കൂണുകൾ കൈകൊണ്ട് തന്നെ ഒന്ന് കീറിയെടുത്ത് ചെറുതാക്കി ഇടുന്നുണ്ട്. ഇതുപോലെ ഒന്ന് കീറിയെടുത്താൽ മതി, കത്തിയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. മഷ്റൂം മസാല റെഡിയാക്കുന്നതിനായി ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണിനടുത്ത് പെരിഞ്ജീരകം ഇട്ട് പൊട്ടിച്ചെടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞെടുത്തതാണിത്. ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വാടി കിട്ടുന്നതിനായി ഞാൻ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചതച്ചും ചേർക്കാവുന്നതാണ്. നോൺ സ്റ്റിക്ക് പാത്രം അല്ലാത്തതുകൊണ്ട് തന്നെ സവാള ഇട്ട ശേഷം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ അടിയിൽ പിടിക്കാതിരിക്കും. ഇതിലോട്ട് 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ സവാളയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇവ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ലോയിൽ വെക്കണേ. കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ ചേർത്തത്. അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിലോട്ട് 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വെന്ത് കിട്ടുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ ക്ലീനാക്കി മുറിച്ച് വെച്ച മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി അഡീഷണൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൂണിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. മസാലയെല്ലാം എല്ലാ ഭാഗത്തും ഒന്ന് എത്തട്ടെ. ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു കഷ്ണം ക്യാപ്സിക്കവും ഒരു പകുതി സവാളയും ചതുര കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം എല്ലാം അധികം വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത്. കൂടാതെ കറിയിൽ ഇതുപോലെ ക്യാപ്സിക്കവും സവാളയും എല്ലാം കിടക്കുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ്. നമ്മൾ ഇതിലോട്ട് സവാള വഴറ്റുന്ന സമയത്ത് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 7-8 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ കൂണെല്ലാം വെന്ത് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുന്നതിനായി ഒരു നുള്ളു പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കൂടെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിനായി വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആവശ്യത്തിന് എരിവുള്ളത് കൊണ്ട് ചേർക്കുന്നില്ല. ഇനി ഇതിന് മുകളിലായി കുറച്ച് കസൂരി മേത്തി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി കമ്പൈൻ ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി മഷ്റൂം മസാല റെഡി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. ചപ്പാത്തിയുടെയും ചോറിൻ്റെയൊക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണിത്. ഇങ്ങനെ കുറഞ്ഞ ഗ്രേവിയിൽ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നല്ല ഗ്രേവി ആയിട്ടുള്ള മഷ്റൂം കറി വേണമെന്നുള്ളവർക്ക് ഇതിലോട്ട് കുറച്ച് കട്ടി തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചാൽ സൂപ്പറായി കിട്ടും. അപ്പോൾ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ചേർക്കണേ. അങ്ങനെ നമ്മുടെ മഷ്റൂം മസാല ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല സൂപ്പറാണല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവരും ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. ഒരിക്കൽ കൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക് യു.